ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിന്റെ അനുജൻ വിനോദ്, ജ്യേഷ്ഠൻ വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകൻ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കോൺഗ്രസിൽ അവരിനി ഒരു കുടുംബാംഗമായിരിക്കും. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. DCC പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് KPCC പ്രസിഡന്റും പ്രത്യേകമായിട്ട് അത് സ്വാഗതം അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റും DCC പ്രസിഡന്റിനും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു. കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും K മുരളീധരൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളോടും പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് മോദിനെയും സഹപ്രവർത്തകരെയും പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത്. ഞാൻ അവരെ സ്വാഗതം ചെയ്യും. സംസാരിക്കണ്ടോ? ഇവിടെ ഇരുന്ന് സംസാരിച്ചു. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. കിട്ടും. ഏഴ് വയസ്സിൽ ബാലസംഘത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ 50 വർഷമായി. ശരിക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സാമുദായിക നേതാക്കളുടെ അതിപ്രസരവും ബാക്കി അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലബാർ മേഖലയിലെ കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ വെളിപ്പെടുത്തൽ വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു തുറന്നു പറച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടി സഖാക്കൾക്ക് അതൊരു വളരെ ദോഷമാവുമെന്ന് അറിഞ്ഞതുകൊണ്ടും അതുപോലെ ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എന്റെയും എന്റെ കൂടെയുള്ള ആൾക്കാരുടെയും കാഴ്ചപ്പാടിൽ സോഷ്യലിസവും അതുപോലെ എല്ലാവരെയും കണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവ്വം വന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ്. നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം, ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൂടി തരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹം ഒരു സ്പോർട്സ് കോച്ച് കൂടിയാണ്. ശരിയാ പോകും. എന്ത് ചെയ്യുന്നു? തിരുവനന്തപുരം വഞ്ചിയൂരിലെ CPIM രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ സഹോദരൻ ആണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. വിനോദാണ് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഷാൾ അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. ഈ ഒരു വിഷ്ണുവിന്റെ സഹോദരനും CPIM ബ്രാഞ്ച് അംഗവുമായിരുന്ന വിനോദാണ് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത്. ഒപ്പം 12 മറ്റ് അംഗങ്ങളും കോൺഗ്രസിലേക്ക് ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രക്തസാക്ഷി കുടുംബത്തോട് CPIM നീതി കാണിച്ചില്ല എന്നും ഇനി പാർട്ടിക്കൊപ്പം ഉണ്ടാവില്ല എന്നും കഴിഞ്ഞ ദിവസമാണ് വിനോദ് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തി അദ്ദേഹം കോൺഗ്രസിലേക്ക് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. വഞ്ചിയൂരിലെ CPIM രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദാണ് ഇപ്പോൾ CPIM വിട്ട് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഷാൾ അണിയിച്ച് വിനോദിനെ സ്വീകരിക്കുകയായിരുന്നു.